നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 833 833. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 833 85-ാം സർഗത്തിൽ മാർക്കാണ്ഡേയ സ്തുതി, അതിൽ 18-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതും അബ്രപ്റ്റായിട്ട് ഒന്നും പറയാൻ പറ്റിയില്ല, കാരണം പെട്ടെന്ന് മോളുടെ കാള് ഷാർജയിൽ നിന്ന് വരിക കാരണം അത് അറ്റൻഡ് ചെയ്തു. അത് ഈ എയറോ മോഡിൽ വെക്കുന്നത് ലോക്കൽ ഇന്ത്യയിലത്തെ കാളിന് മാത്രമേ ബ്ലോക്ക് ആവുള്ളൂ എന്ന് ഞാൻ ഇന്നലെ മനസ്സിലാക്കിയത്. ഇൻ്റർനാഷണൽ കാളിന് പ്രശ്നം വരില്ല. അപ്പോൾ എന്തായാലും ലാസ്റ്റിൽ ഇന്നലെ പറഞ്ഞ് നിർത്തിയ ശ്ലോകം, ഇന്ദ്രിയങ്ങളിലൂടെ ചെന്നലഞ്ഞ് പലതിങ്കലും ഭ്രമിക്ക മൂലം കാൺമീല നീയെങ്ങും വിലസീടിലും. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപത്തിനെ നമ്മൾ കാണുന്നില്ല. കാരണം എന്താ? കുട്ടിക്കാലം മുതൽക്ക് നമ്മളതിനെ മെസ്മറൈസ് ചെയ്തു. എന്താണ്? ഇന്ദ്രജാലം മഹേന്ദ്രജാലം വിഗ്രഹമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ അത് കുട്ടിത്തരം മാറുന്ന സമയത്ത് വല്ലവരും ഉണ്ടായോ അത് തിരുത്താൻ? അതുമില്ല. പിന്നെ സ്വന്തമായിട്ട് പഠിക്കുക, പിന്നെ ചെറിയൊരു ഉപദേശമൊക്കെ കിട്ടി, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ നമ്മൾ പറഞ്ഞതാരും കേൾക്കില്ല. എന്നാൽ ഇത് വല്ലതും പറഞ്ഞ് വായിച്ച് മനസ്സിലാക്കൂ? അതുമില്ല. സംഗതി വലിയ ധർമ്മസങ്കടത്തിലാണ്. എന്നാലും നമ്മളെ കല്ലെടുത്ത് എറിഞ്ഞാലും ഭ്രാന്തനാന്ന് പറഞ്ഞാലും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ? ഇതിൽ എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട്, അതല്ലേ. അപ്പോൾ അടുത്ത ശ്ലോകം എന്താ പറഞ്ഞത്? സത്യധർമ്മങ്ങളിൽ കൂടി നിൻ തൃച്ചരണപല്ലവം ആശ്രയിക്കിൽ അവൻ വീണ്ടും നിന്നാൽ അനുഗ്രഹീതനാം. എപ്പോഴാണ് ഒരു വ്യക്തി അനുഗ്രഹീതനാവണത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞത്. സത്യധർമ്മങ്ങളിൽ കൂടി, സത്യം ധർമ്മം, ധർമ്മം സത്യം, സത്യം ധർമ്മം കൂടി ആര് നടക്കുന്നു അവന്, ആ വ്യക്തിക്ക് ഈശ്വരാധീനം പിന്നെയും ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. സത്യധർമ്മങ്ങൾ നടക്കാൻ ഈശ്വരാധീനം ഉണ്ടാവണം, പക്ഷേ അതൊന്നുകൂടി പരിപോഷിപ്പിക്കും ഭഗവാൻ. സത്യധർമ്മങ്ങളിൽ കൂടി നിൻ തൃച്ചരണ പല്ലവം, ഭഗവാന്റെ തിരുവാദ പത്മത്തെ ആര് ആശ്രയിക്കുന്നു ആ വ്യക്തി വീണ്ടും നിന്നാൽ അനുഗ്രഹീതനാം, അനുഗ്രഹിക്കപ്പെടുന്നു പറഞ്ഞു. ശരി, അടുത്തത്. ഓരോ നിമിഷവും പാരിൽ അരോഗത്വാദി സൗഭകം. ഓരോ നിമിഷവും പാരിൽ അരോഗത്വാദി സൗഭകം. ആരോഗം അതുകൊണ്ട് രോഗമില്ലായ്മ എന്നർത്ഥമാണ്. രോഗമില്ലായ്മ. അപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അങ്ങനെയല്ല. രോഗമില്ലായ്മയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. രോഗം ഉണ്ടായി എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇന്ന് ഞാൻ അതിനെപ്പറ്റിയൊരു പോസ്റ്റ് ഇട്ടു. ചിലർ പറഞ്ഞു പണം തന്നെയാണ് വലുത് എന്ന്. അത് ആ കുട്ടീനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പണമല്ല വലുത്, ആരോഗ്യവും വിദ്യയും തന്നെയാണ്. ആരോഗ്യം മാത്രം പോരാ, വിദ്യയും വേണം. തെണ്ടിച്ച് തിന്നാനുള്ള വിദ്യ വേണം, തെണ്ടിച്ച് തിന്നാനുള്ള ആരോഗ്യം വേണം. അതിന്ന് രക്ഷപ്പെടുന്ന ആൾക്കാരാരാ? മടിയന്മാർ. അപ്പോൾ ഓരോ നിമിഷവും പാരിൽ അരോഗത്വാദി സൗഭകം, സൗഭാഗ്യം അലിവ് ഉൾത്തിങ്ങിടും നീതാനരുളിയിടുന്നതാം പ്രഭോ. ഇന്ന് ഈ എപ്പിസോഡ് പറയാൻ ഇരിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു. അപ്പോൾ അതിൽ മെസ്സഞ്ചറിൽ ഒരു പോസ്റ്റ് കണ്ടു. ഒരു കുട്ടി ആരുടെയും സഹായം ഇല്ലാതെ കണ്ട് ഞാൻ ടീച്ചറായി എന്നാ. അപ്പോൾ ഞാനതിൽ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കയർത്താലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എഴുതി, അങ്ങനെ പറയരുത്, ആരുടെയും സപ്പോർട്ടില്ലാണ്ടെന്ന് പറയരുത്. ഈ ബ്രഹ്മം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്.
ജന്മാന്തര പാപപുണ്യങ്ങൾ തൂക്കി നോക്കി ഇടവിടാതെ കണ്ടാണ് നമ്മൾക്കൊരു പ്രൊഫഷണൽ ക്വാളിറ്റി ഉണ്ടാക്കി തന്ന് അതിൽ ജോലി വാങ്ങിത്തരുന്നത് ഈശ്വരീയതയാണ്. അത് പൂർവികരുടെ അനുഗ്രഹമാണ്, ബ്ലെസ്സിങ്ങാണ്, അച്ഛനും അമ്മയുടെ പ്രത്യേകിച്ചും. അവരെ തിരസ്കരിച്ചുകൊണ്ട് നമ്മളൊന്നും പറയാൻ പാടില്ല. എനിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഭാര്യയ്ക്കും അങ്ങനെ തന്നെ വേണം പറയാൻ. ഇല്ലയെന്ന് പറയരുത്. അവരുള്ളതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതായത് ഓരോരുത്തർക്കും അവരൊരു പങ്കുണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ആ സത്യത്തിനെ മറന്ന് നമ്മളൊന്നും പറയരുത് എന്നർത്ഥം. അപ്പോൾ ഓരോ നിമിഷവും പാരിൽ അരോഗത്വാദി സൗഭകം മലുവ ഉൾത്തെങ്ങിടും നീതാനരുളിടുന്നതാം പ്രഭോ. പിന്നെ അകതാരിൽ അതോർത്തും കൊണ്ട് അരവിന്ദയതേക്ഷണ ആവതം നിൻപദം സേവിച്ചാനന്ദിപ്പൂ മനീഷികൾ. സൽസ്വഭാവികളായിട്ടുള്ള മനുഷ്യന്മാർ ഓരോ നിമിഷവും അകതാരിൽ അതോർത്തും കൊണ്ട് അരവിന്ദായതേക്ഷണ ആവതും നിൻ പദം സേവിച്ച് ആനന്ദിപ്പൂ മനീഷികൾ. അത് മനസ്സിലാക്കണം. പിന്നെ ആകയാൽ ആവിധം ഞാനും ഈ നിൻ തൃപ്പാദ പങ്കജം, അതുകൊണ്ട് ഞാനും അങ്ങയുടെ തിരുപാദ പത്മത്തെ സേവിക്കണമെന്നാ. ആരാ പറഞ്ഞത്? മാർക്കാണ്ഡേയ മഹർഷി പറയണേ. ആകയാലാവിധം ഞാനും ഈ നിൻ തൃപ്പാദ പങ്കജം അകലാതാശ്രയിപ്പാൻ അരുളേണം അകലാതെ ഭഗവാന്റെ തിരുപാദ പത്മത്തിൽ നിന്ന് അകലാതെ കണ്ട് ആശ്രയിപ്പാൻ അരുളേണം അനുഗ്രഹം. വിശ്വൈകാചാര്യ അതായത് മാർക്കാണ്ഡേയ മഹർഷീനെ പുരാണാചാര്യനായിട്ട് പരമശിവനും ഭഗവാനൊക്കെ നിശ്ചയിച്ചു. പക്ഷേ അവരാരാ? ഭഗവാനും പരമശിവനാരാ? വിശ്വൈകാചാര്യ ഗോവിന്ദ നാരദാദി നിഷേവിത നരോത്തമ ജഗന്മൂർത്തേ നാരായണ നമസ്തുതേ. എന്താ ആ ഒരു 4 വരിയുടെ അർത്ഥം അറിഞ്ഞുണ്ടല്ലോ. വിശ്വൈകാചാര്യ ഗോവിന്ദ നാരദാദി നിഷേവിത നരോത്തമ ജഗന്മൂർത്തേ നാരായണ നമസ്തുതേ. ബ്രഹ്മാദ്യർ ഈ നിൻ കൃപ കൊണ്ടു ചറ്റൊന്നറിഞ്ഞിടാം ആവിധം ഏതുമട്ടും സിദ്ധാന്തം ഒന്നിനും മുതുങ്ങിടാതെ വിളങ്ങിടും നിന്നെ വണങ്ങിടുന്നേൻ. സർവത്ര വ്യാപിച്ചുകൊണ്ട് സർവജ്ഞനായിട്ട് ഉള്ള ആ ചൈതന്യം ബ്രഹ്മാദ്യർ ഈ നിൻ കൃപ കൊണ്ട്, അങ്ങയുടെ കൃപ കൊണ്ടാണ് ബ്രഹ്മനും പരമശിവനൊക്കെ കുറച്ചെന്തെങ്കിലും മനസ്സിലാക്കണത്. നിൻ അറിഞ്ഞിടാം ആ വിധം ഏതുമട്ടും സിദ്ധാന്തമൊന്നിനും ഒതുങ്ങിടാത്ത ഒരു പ്രത്യേക ഫ്രെയിം വർക്കിൽ ഒതുങ്ങണില്ല. ആരാ? ഈശ്വരൻ. നമ്മൾ മനസ്സിലാക്കണത് എന്താ? എൻ്റെ ഫ്രെയിമിൽ ഭഗവാൻ ഒതുങ്ങിയെന്നാണ്, ഞാൻ ഭഗവാനെ ഒതുക്കിയെന്നാണ്. ഇപ്പോൾ ഇന്നലെ കൂടി താനേന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ രാജൻ നായർ, അപ്പം അദ്ദേഹം ശരീരത്തിന് സുഖമില്ലാതെ ഇവിടെ ഒറ്റപ്പാലത്തുണ്ട്. അപ്പം അദ്ദേഹം അവരുടെ കുടുംബക്ഷേത്രത്തിലൊരു സപ്താഹം ചോദിക്കുകയാണ്. സോറി, ഞാൻ ഈ കൊറോണയോട് ശേഷം വിഡ്രോ ചെയ്തിരുന്നു. കാരണം എന്താ? ഇത് എന്തോ ഒരു വലിയ സാധനം എന്ന് നമ്മൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കണം. ആ പൂച്ച ചെയ്യൂ, ഈ പൂച്ച ചെയ്യൂ, അതെനിക്ക് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, എപ്പോഴെങ്കിലും മാസത്തിൽ ഒരു 2 ദിവസമോ 1 ദിവസമോ ഒരു അഖണ്ഡനാമം മാതിരി ചെയ്യുക. സൺറൈസ് ടു സൺസെറ്റ്. ഒരു 10 ആളെ മുമ്പിലിരുത്തുക, അവരോട് പറയുക, 5 ആൾ നാമം ചെല്ലുക, 5 ആൾ കേൾക്കുക, 5 ആൾ റിപ്പീറ്റ് ചെയ്യുക. ആ റിപ്പീറ്റ് ചെയ്യുന്ന ആൾ പിന്നെ ചെല്ലുക, മറ്റവർ കേൾക്കുക. എന്നാൽ എന്തുണ്ട്? ആ എൻവിറോൺമെൻറ്റ് ശുദ്ധിയാവും, സംശയമൊന്നുമില്ല. പറഞ്ഞേ. അതുകൊണ്ടാണ് പറഞ്ഞത്, ബ്രഹ്മാദ്യർ ഈ നിൻ കൃപ കൊണ്ടു ചെറ്റൊന്നറിഞ്ഞിടാം ആവിധം ഏതുമട്ടും സിദ്ധാന്തം ഒന്നിനും ഒതുങ്ങിടാതെ വിളങ്ങിടും നിന്നെ വണങ്ങിടുന്നേൻ. അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ 85 സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി
86 സർഗം ഉപാസനാകാന്ഡത്തിൽ മായാദർശനം. എന്താ മാർക്കാണ്ഡേയൻ എങ്ങനെയാണ് ഭഗവത് മായയെ കണ്ട് അനുഭവിക്കണത് അല്ലെങ്കിൽ അനുഭവിച്ചത്, അത് നമുക്കെന്തിനാണ് പറഞ്ഞു തരുന്നത്? ഇനി നമുക്ക് ആഗ്രഹം ഉണ്ടാവരുത് മായനെ ദർശിക്കാൻ. അതന്നെ. ഒന്നാമത്തെ ശ്ലോകം. സ്തുതിഗീതം നുകർന്നീടം നരനാരായണർഷികൾ എത്രയും തൃപ്തി പൂണ്ടോതി മാർക്കാണ്ഡേയനോട് ഈ വിധം. മാർക്കാണ്ഡേയ മഹർഷിയോട് നരനാരായണന്മാരെ താഴെ പറയുന്ന പോലെ പറഞ്ഞു. സ്തുതിഗീതം നുകർന്നീടും നരനാരായണർഷികൾ എത്രയും തൃപ്തി പൂണ്ടോതി മാർക്കാണ്ഡേയനോട് ഈ വിധം. ബ്രഹ്മർഷ്യവര്യനാം അങ്ങേ തപസ്സും ഹരിഭക്തിയും. ബ്രഹ്മർഷ്യവര്യനാം ബ്രഹ്മർഷിമാരിൽ പരമയോഗ്യനായ അങ്ങ് തപസ്സും ഹരിഭക്തിയും അണുപോലും അനങ്ങാത്ത മഹത്താം ബ്രഹ്മചര്യവും. അണുപോലും അനങ്ങാത്ത മഹത്തരമായ ബ്രഹ്മചര്യവും കൂടി ആവുമ്പോൾ ഭലെ ബെഷ് എന്ന് പറയാണ്ടിരിക്കാൻ പറ്റുക. കണ്ടു സന്തുഷ്ടരാം ഞങ്ങളേകാം ഏതേതഭീഷ്ടവും. ഞങ്ങൾ രണ്ടുപേരും അങ്ങയിൽ വളരെ സംതൃപ്തരാണ്. അങ്ങക്ക് എന്തൊക്കെ വേണോ അതൊക്കെ തരാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. മാർക്കാണ്ഡേയർ അനാവശ്യമായിട്ടൊന്നും ചോദിക്കില്ലാതുള്ള ഉത്തമ ബോധ്യം ഇവർക്ക് രണ്ടുപേർക്കുണ്ട്. നമ്മളോടൊക്കെ ചോദിച്ചു വിചാരിച്ചാലോ അല്ലേ, പ്രശ്നമായി. കണ്ടു സന്തുഷ്ടരാം ഞങ്ങൾ ഏകാം ഏതേതഭീഷ്ടവും ചൊല്ലിനാൻ തൊഴുതും കൊണ്ടു മൃഗണ്ടു തനയൻ മുനി. ആരത്? മാർക്കാണ്ഡേയ മഹർഷി തൊഴുതുകൊണ്ട് പറയാണ്, ഈ ചോദ്യം തന്നെ വളരെ നന്നായി, എനിക്കൊന്നും ആഗ്രഹമില്ല എന്നാ. അങ്ങനെ പറ്റില്ല. എന്നാൽ പുരാണ കർത്താവായിട്ട് പിന്നെ എന്താണെന്നാ പറയുക, പുരാണ ശ്രേഷ്ഠനായിട്ട് അങ്ങനെ ഞങ്ങൾ വാഴിക്കണമെന്നാണ് പിന്നെ പറഞ്ഞത്. കണ്ടു സന്തുഷ്ടരാം ഞങ്ങളേകാം അതേതപി സന്തുഷ്ടരാം ഞങ്ങൾ ഏകാം ഏതേതഭീഷ്ടവും ചൊല്ലിനാൻ തൊഴുതും കൊണ്ട് മൃഗണ്ടു തനയൻ മുനി. കൺകൊണ്ടു ഭഗവാന്മാരെ കാണുകയാൽ തന്നെ എത്രയും. നരനാരായണ ഋഷികളെ കാണുക എന്നുള്ളത് തന്നെ വളരെ കാര്യമായി. ഇനി ഇതിലും മീത സൗഭാഗ്യം എനിക്ക് എന്താ വേണ്ടത്? കൺകൊണ്ടു ഭഗവാന്മാരെ കാണുകയാൽ തന്നെ എത്രയും കൃതാർത്ഥനായേൻ അടിയൻ എങ്കിലും കരുണാനിധേ. ബ്രഹ്മവസ്തുവിലോർത്തിടിൽ നാനാഭേദങ്ങളെങ്ങനെ ദേവമർത്യാദി തോന്നിക്കും ആ മഹാമായതൻ വിധം. ആ മഹാമായനൊന്ന് കണ്ടാൽ തർക്കമില്ലാതാ പറഞ്ഞത് പോരെ. കൺകൊണ്ടു ഭഗവാന്മാരെ കാണുകയാൽ തന്നെ എത്രയും കൃതാർത്ഥനായേൻ അടിയൻ എങ്കിലും കരുണാനിധേ. ബ്രഹ്മവസ്തുവിലോർത്തിടിൽ നാനാഭേദങ്ങളെങ്ങനെ. ബ്രഹ്മവസ്തുവിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടാവുക? ദേവമർത്യാദി തോന്നിക്കും ആ മഹാമായതൻ വിധം. അകതാരിങ്കലുണ്ട് അല്പം അറിവാനാഗ്രഹം പ്രഭോ. മായയെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ തർക്കടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അകതാരിങ്കലുണ്ട് അല്പം അറിവാൻ ആഗ്രഹം പ്രഭോ. എന്നാൽ അങ്ങനെ ആവാമെന്ന് ഇളം പുഞ്ചിരിയാർന്നുടൻ. ഓഹോ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? തരാലോ, തീർത്ത് തരാം, കാണിച്ചു തരാം കേട്ടോ. എപ്പോൾ എങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇദ്ദേഹത്തിനെ എന്താന്നാ പറയുക, ആശ്ചര്യത്തിൽ നിർത്തി. എന്നാൽ അങ്ങനെ ആവാമെന്നിളം പുഞ്ചിരിയാർന്നുടൻ മനോജ്ഞം അരുളി ചെയ്തു മറഞ്ഞാൻ അഖിലേശ്വരൻ. മായാദർശനമോർത്തും കൊണ്ട് ആശ്രമത്തിൽ മഹാമുനി. അപ്പോൾ ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ പർണശാലയിൽ ഓരോന്നിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോജ്ഞം അരുളി ചെയ്തു മറഞ്ഞാൻ അഖിലേശ്വരൻ. മായാദർശനം ഓർത്തും കൊണ്ടാശ്രമത്തിൽ മഹാമുനി. അഗ്നി അർക്ക ചന്ദ്രാദികളിൽ എങ്ങെങ്ങും വാസുദേവനെ ഭക്തിപൂർവക സങ്കല്പം കൊണ്ട് പൂജിച്ചു വാഴ്കവേ. കാണപ്പെടുന്നതിൽ പ്രധാനമായിട്ടുള്ള തീയിലും ചന്ദ്രനും സൂര്യനിലും അർക്കനിലും സൂര്യൻ അങ്ങനെ അഗ്നി അർക്ക ചന്ദ്രാദികളിൽ എങ്ങെങ്ങും വാസുദേവനെ ഭക്തിപൂർവകം
ഭക്തിപൂർവക സങ്കല്പം കൊണ്ട് പൂജിച്ചു വാഴവേ മന്ത്രതന്ത്രാദിസകലം ധ്യാനത്താൽ തീരെ നിന്നുപോയി. എന്താ പറ്റിയതെന്നറിയില്ല. മന്ത്രതന്ത്രാദിസകലം ധ്യാനത്താൽ തീരെ നിന്നുപോയി. ഒരു നാൾ ആശ്രമത്തെങ്കൽ ആറ്റുവക്കിൽ മഹാമുനി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പർണശാല ഒരു നദിയുടെ കരയിലാണ്. അപ്പോൾ അന്തിക്ക് സന്ധ്യ വന്നിച്ചു ജപിച്ചും കൊണ്ടിരിക്കവേ, അന്തിക്ക് സന്ധ്യ വന്നിച്ച് ജപിച്ചും കൊണ്ടിരിക്കവേ കൊടുങ്കാറ്റടിയോടൊപ്പം വാനിൽ മേഘം നിറഞ്ഞുപോയി. അതിഗംഭീരമായിട്ടൊരു കാറ്റ് മാത്രമല്ല, കാർമേഘങ്ങൾ ആകാശത്തെ മൂടി. ഇടിയും മിന്നലും കാതും കണ്ണും സ്തംഭിച്ചു പോം വിധം. കാറ്റും മഴ എങ്ങനെയാണ്? ഇടിയും മിന്നലും കാതും കണ്ണും സ്തംഭിച്ചു പോം വിധം തുടർന്നു തുമ്പിക്കൈ പോലെ എങ്ങെങ്ങും പെയ്തു മഴ. മഴയ്ക്ക് പേ പിടിച്ചു എന്നാ. ഇടിയും മിന്നലും കാതും കണ്ണും സ്തംഭിച്ചു പോം വഴി തുടർന്നു തുമ്പിക്കൈ പോലെ എങ്ങെങ്ങും പെയ്തു മഴ. വെള്ളം കവിഞ്ഞു കടൽ വന്നാക്രമിച്ചു. ഹിമാലയം മുങ്ങിത്തുടങ്ങി മേന്മേൽ തൻ പർണശാല ഇടിഞ്ഞുപോയി. ചുരുക്കി പറഞ്ഞാൽ, വെള്ളം കവിഞ്ഞു കടൽ വന്നാക്രമിച്ചു, ഹിമാലയം മുക്കിത്തുടങ്ങി മേന്മേൽ തൻ പർണശാല ഇടിഞ്ഞുപോയി. മുനി പേടിച്ചു കര കാണാതെ വെള്ളത്തിലെത്രയും. പേടി ഉണ്ടായി. മാത്രമല്ല, കര കാണാനില്ല, എല്ലാം വെള്ളം. വെള്ളത്തിലെത്രയും നീന്തി കൈകാൽ കുഴഞ്ഞും കൊണ്ടേറെ വെള്ളം കുടിച്ചുപോയി. മലന്ന് കടന്ന് നീന്തി, കൈ വീശി നീന്തി, ഒന്ന് മുങ്ങി നോക്കി, ഒരു കരയുമില്ല, ഒന്നുമില്ല. ഒന്ന് പേടി ഇരട്ടിച്ചു. ഈ പുഴയിലാണെങ്കിലും കുളത്തിലാണെങ്കിലും ഒരു ഉദ്ദേശം വെച്ച് നീന്തി ഇന്ന സ്ഥലത്ത് കാല് കുത്താൻ പാറയിട്ട എന്ന് വിചാരിച്ച് കുത്തി കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, അച്ഛനും അമ്മയൊക്കെ വിളിക്കും. എത്ര അച്ഛനമ്മയോടും ദേഷ്യപ്പെട്ടിട്ട വെള്ളത്തിൽ ചാടിയെന്ന് വിചാരിച്ചാലും അമ്മയെ അച്ഛാ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയാണ്ടിരിക്കില്ല. അങ്ങനെയാണ് വെള്ളത്തിലത്തെ സ്ഥിതി. അതും ഭവസാഗരാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ വെള്ളം കവിഞ്ഞു കടവൽ വന്ന. അപ്പോൾ മുനി പേടിച്ചു കര കാണാത്ത വെള്ളത്തിലെത്രയും നീന്തി കൈകാൽ കുഴഞ്ഞും കൊണ്ടേറെ വെള്ളം കുടിച്ചുപോയി. തളർന്നും ചഴിയിൽ താണും. ചുഴിയിൽ നിന്നാണ്, ചാന്നേ ഉള്ളൂ, ആ ഉകാരല്ല അവിടെ, ചുഴിയിൽ താണും ശ്വാസം മുട്ടിയും അങ്ങനെ തിമിംഗലങ്ങൾ തൻ വായിൽ പെട്ടും വഴുതിയോടിയും. ഈ തിമിംഗലങ്ങളുടെ വായ പൊളിച്ചാൽ അകത്തേക്ക് പോരും. അങ്ങനെ വായ കൂട്ടുമ്പോൾ ഉള്ളിൽ നിന്ന് വെള്ളം കുറച്ച് പുറത്തേക്കും പോകും. അതിൻ്റെ ഉള്ളിൽ ഇയാൾ അകത്ത് പെടാണ്ട് പുറത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. തളർന്നും പുഴയിൽ താണും ശ്വാസം മുട്ടയും അങ്ങനെ തിമിംഗലങ്ങൾ തൻ വായിൽ പെട്ടും വഴുതിയോടിയും ഇടയ്ക്കെങ്ങാണ്ടിഴും ദ്വീപിൽ നീന്തി കയറിയും എത്രയും. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയതായിട്ടൊരു ദ്വീപ് കണ്ടു, അതിൽ കയറി. അങ്ങ് ആണ്ടെഴും ദ്വീപിൽ നീന്തി കയറിയും എത്രയും ആർന്നും അന്യൻ വന്നാട്ടിയോടിക്കവേ സ്വയം. ആരോ വന്ന് ഇവിടെ നിന്ന് ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ഒരു തിരമാല വന്നു, ആ കിടക്കണം പിന്നെയും വെള്ളത്തിൽ തന്നെ. തല്ലാൻ തുനിഞ്ഞും തോൽപ്പിച്ചും ഓരോ രോഗത്തിൽ മാകിടും പണം നേടാൻ പണിപ്പെട്ടും പരന്മാരോട് കെഞ്ചിയും. ആട്ടിയോടിക്കവേ സ്വയം തല്ലാൻ തുനിഞ്ഞും. ചിലവർ നമ്മളെ തല്ലാൻ, ഇവിടെ ഇരിക്കാൻ പാടില്ല, തന്നോടല്ലേ പറഞ്ഞത്, നീട്ട് പോടോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാട്. തോൽപ്പിച്ചും ഓരോ രോഗത്തിൽ മാകിടും പണം നേടാൻ പണിപ്പെട്ടും പരന്മാരോട് കെഞ്ചിയും പകയും പോരുമായി തന്നെ പല ജന്മങ്ങൾ പോക്കിയും. എപ്പോഴപ്പോൾ അതൊക്കെ സംഭവിക്കണത്? ഈ ടോട്ടൽ എന്താ പറയുക, വെള്ളപ്പൊക്കം, പ്രളയം, അതിൽ എത്ര ജന്മ കഴിഞ്ഞെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. പകയും പോരുമായി തന്നെ പല ജന്മങ്ങൾ പോകയും മരിച്ചു, പിന്നെ എങ്ങാണ്ടോ ജനിച്ചും മറ്റും അങ്ങനെ ഹിമാലയവും എന്നല്ല പുഷ്പപ്രഭയുമൊക്കെയും മറന്നുകൊണ്ടു താനോർത്തിടാതെ മഹാമുനി താൻ ആരെന്നോർത്ത ഓർമ്മയില്ല, താരാ ഞാനുള്ളത് അറിയില്ല. ഇങ്ങനത്തെ സ്ഥിതി എന്താ?
ഹിമാലയവും എന്നല്ല പുഷ്പഭദ്രയും ഒക്കെയും മറന്നും കൊണ്ടു താനാരെന്നോർത്തിടാതെ മഹാമുനി കോടിക്കണക്കിൽ കൊല്ലങ്ങൾ പോയി കൊണ്ടങ്ങനെ വാഴവേ ഒരു നാളൊരിടം കണ്ടാനൊട്ടു പൊങ്ങിയ ദിക്കിലായി. എന്താ സംഭവിച്ചത്? കോടിക്കണക്കിൽ കൊല്ലങ്ങൾ പോയി കൊണ്ടങ്ങനെ വാഴവേ ഒരു നാൾ ഒരിടം കണ്ടാനൊട്ടു പൊങ്ങിയ ദിക്കിലായി അഴകാർന്നെത്രയും പച്ച പിടിച്ചൊരയാൽമരം. കുറച്ച് ഉയർന്ന സ്ഥലത്ത് ഒരാൽമരം, അതോ നല്ല പച്ചപ്പ്, ഗ്രീനറി. ഇന്നലെ മിന്നാന്നൊട്ടേ ഉള്ളോ മരം വെച്ച് പിടിപ്പിക്കണത് തുടങ്ങിയത്, അതിൽ പെട്ടതല്ല, ഇത് എത്ര കാലം മുമ്പുള്ളതാ. അപ്പോൾ കോടിക്കണക്കിൽ കൊല്ലങ്ങൾ പോയി കൊണ്ടങ്ങനെ വാഴവേ ഒരു നാളൊരിടം കണ്ടാനൊട്ട് പൊങ്ങിയ ദിക്കിലായി അഴകാർന്നെത്രയും പച്ച പിടിച്ചൊരയാൽ മരം. അതിൽ കിഴക്കേ കൊമ്പത്താണ് ഏതാണ്ടൊട്ട് വടക്കുമം. കിഴക്ക് വടക്കായിട്ട് ഇലമേൽ കൺകുളിർപ്പിക്കും ദിവ്യ സൗന്ദര്യവായ്പൊടും പച്ചക്കല്ലൊളി പൂണ്ടേറെ വിളങ്ങും ഒരു കുഞ്ഞിനെ. കറുത്ത കുട്ടിയല്ല, വെളുത്ത കുട്ടിയാണോ? അല്ല, പിന്നെ ഒരു പച്ച നിറാന്നാണ് പറഞ്ഞത്. അതേ വെള്ളത്തിൻ്റെ നിറാവും അല്ലെങ്കിൽ ആൽമരത്തിൻ്റെ ഷാഡോ ആവാമെന്ന് വിചാരിക്കണോ അല്ലേ? അപ്പോൾ പറഞ്ഞു, അതിൻ കിഴക്കേ കൊമ്പത്താണ് ഏതാണ്ടൊട്ടു വടക്കുമാം ഇലമേൽ കൺകുളിർപ്പിക്കും ദിവ്യ സൗന്ദര്യവായ്പൊടും. എത്ര സൗന്ദര്യ പറയാൻ പറ്റില്ല. ദിവ്യ സൗന്ദര്യവായ്പൊടും പച്ചക്കല്ലൊളി പൂണ്ടേറെ വിളങ്ങും ഒരു കുഞ്ഞിനെ. ശരചന്ദ്രമുഖം, ശരത്കാലത്തെ പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന മുഖം. ആരുടെ? കുട്ടിയുടെ. ശരചന്ദ്രമുഖം, മുല്ലപ്പൂവൊത്ത മൃദുസ്മിതം, ചിരിച്ചാൽ കുറുകുറുന്നേരെയുള്ള പല്ലുകള്, നീലത്താരിതൾ നേത്രങ്ങൾ, നല്ല നീലത്താമര പോലെ നീണ്ടു വിടർന്ന കണ്ണുകള്, എള്ളിൻ പൂവൊത്ത നാസിക, എള്ളിൻ പൂവൊത്ത നാസിക മുഖ, കാറ്റത്താടും കുറുനിര, നെറ്റിയുടെ മുകളില് സ്പ്രിങ് മാതിരി തലമുടി, കാറ്റത്താടും കുറുനിര കസ്തൂരി ചേലണിക്കുറി, മികവേറും കൽപ്പത കമ്മിനുത്ത വിരിമാർത്തടം, നല്ല വിരിഞ്ഞ മാറ്, മികവേറും കൽപ്പതക്കം വീർപ്പാൽ ഉയർന്നു താണിടും അരയാലിൻ ഇലനേർവയർ, വീർപ്പാൽ ഉയർന്നു താണിടും അരയാലില നേർവയർ, പവിഴം പോലെ ചോപ്പെന്തും അരുമച്ചെറു ചുണ്ടിനാൽ. ഭഗവാന്റെ ചെഞ്ചുണ്ട് വളരെ ചോന്നിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. പവിഴം പോലെ ചോപ്പെന്തും അരുമച്ചെറു ചുണ്ടിനാൽ, പനനീർ പോലെഴും പൊൻതൃക്കൈകളാൽ പൊക്കിമേലവേ. തൻ്റെ പനനീർ സമാനമായിട്ടുള്ള കൈ കൊണ്ട് ഉണ്ണിത്രിക്കാൽ പെരുവിരൽ ഗീമ്പിക്കൊണ്ടു കിടപ്പതായി പരിപൂർണമായി പോകും. തൻ്റെ പിഞ്ച് ഇളം വലത് കാലിൻ്റെ പെരുവിരൽ രണ്ട് കൈയും കൊണ്ടും പിടിച്ച് വലിച്ച് മുഖത്തോടമർത്തി പവിഴച്ചുണ്ടുകൊണ്ട് ആ തള്ളവരിലിങ്ങനെ നുണയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് തന്നേരിട്ടൽപ്പം പുഞ്ചിരിപ്പതായി. അപ്പോൾ ഈ വെള്ളത്തിൽ എങ്ങനെ ആടി ഒലഞ്ഞു കിടക്കുന്ന എന്താ പറയുക, മാർക്കാണ്ഡേയ മഹർഷി. കാരണം ഈ പേരുകളെ ഞാൻ ഓരോ പേപ്പറിൽ എഴുതി വയ്ക്കാം. മാർക്കാണ്ഡേയ മഹർഷി നോക്കിയിട്ട് ഈ കുഞ്ഞ് അല്പം ചിരിക്കുന്നുണ്ട്, മന്ദസ്മിതം തൂവുന്നുണ്ടോ ഒരു സംശയം. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നേരിൽ അല്പാൽപ്പം പുഞ്ചിരിപ്പതായി കണ്ടു വിപ്രേന്ദ്രൻ ആനന്ദ വൈവശ്യം പൂണ്ടു ഭാഗ്യവാൻ. എന്തപ്പത് ആനന്ദ വൈവശ്യം? ആനന്ദ സമുദ്രത്തിൽ മുങ്ങിത്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആരെ? ഭാഗ്യവാൻ. അവിടെ മാർക്കാണ്ഡേയനല്ല പറഞ്ഞത്, ഭാഗ്യവാൻ. കണ്ണും കരളും ഒട്ടേറെ വിരിഞ്ഞു വിനയാന്യുതൻ എന്തൊരുണ്ണി കിടാവെന്നോർത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ടു. ഈ വെള്ളത്തിൽ ഒരു ആലിൻ്റെ ഇലയിൽ ഇങ്ങനെ ഒരാളിങ്ങനെ, അതെങ്ങനെ ഇപ്പം സംഭവിക്കാം?
കണ്ണും കരുളുമൊട്ടേറെ വിരിഞ്ഞു വിനയാന്യുതൻ എന്തൊരുണ്ണിക്കിടാവെന്നോർത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ടുടൻ അണഞ്ഞു തിരുമയൊന്നു തൊടാനോർക്കും മുനീന്ദ്രനെ. ഒന്ന് തൊട്ടു നോക്കിയാലോ എന്നൊരു ആഗ്രഹം. ആർക്ക്? മാർക്കണ്ഡേയ മഹർഷിക്ക്. മുനീന്ദ്രനെ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഉണ്ണികൃഷ്ണൻ എന്ത് ചെയ്തു? ശ്വാസം വഴിക്കുള്ളിലേക്ക് വലിച്ചാൻ വനജേക്ഷണൻ. ഒരു നാസാരന്ധ്രത്തു കൂടി ഒരു കൊതുകിനെ ഉള്ളോട്ടെടുക്കുന്ന ഭാവത്തിൽ ആ കുട്ടിയുടെ നാസാരന്ധ്രം കൂടെ ഇടത്തെ കൂടെ പോയി വലത്തെ കൂടെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അണഞ്ഞു തിരുമയൊന്നു തൊടാൻ നേർക്കും മുനീന്ദ്രനെ ശ്വാസം വഴിക്കുള്ളിലേക്ക് വലിച്ചാൻ വനജേക്ഷണൻ. ആകാശം, ഭൂമി, നദികൾ, കടലും പർവ്വതങ്ങളും നാടും നഗരവും കാടും കുടിൽ കൊട്ടാരം അമ്പലം കൃഷിസ്ഥലം വാഹനങ്ങൾ തിരക്കുകൾ കോടതി പല കാര്യങ്ങളും കൊല്ലം മാസം തീയതി അങ്ങനെ ഹിമാലയം പുഷ്പഭദ്രാതൻ്റെതാം പർണശാലയും പല മുനീന്ദ്രരും നിൽപ്പുണ്ടവിടം പരമാത്ഭുതം. എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞത്? ആകപ്പാട് കൂടി ഞാൻ മനസ്സിലാക്കിയത് പരമാത്ഭുതം തോന്നിച്ചു തന്നെയുള്ളൂ. ബാക്കിയൊന്നും പറയണ്ട. കണ്ണും കരളും ഒട്ടേറെ വിരിഞ്ഞു വിനയാന്യുതൻ എന്തൊരുണ്ണിക്കിടാവെന്നോർത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ടുടൻ അണഞ്ഞു തിരുമയൊന്നു തൊടാൻ നോക്കും മുനീന്ദ്രനെ ശ്വാസം വഴിക്കുള്ളിലേക്ക് വലിച്ചാൻ വനജേക്ഷണൻ. ആകാശം, ഭൂമി, നദികൾ, കടലും പർവ്വതങ്ങളും നാടും നഗരവും കാടും കുടിൽ കൊട്ടാരം അമ്പലം കൃഷിസ്ഥലം വാഹനങ്ങൾ തിരക്കുകൾ കോടതി പല കാര്യങ്ങളും കൊല്ലം മാസം തീയതി അങ്ങനെ ഹിമാലയം പുഷ്പഭദ്ര തൻ്റെതാം പർണശാലയും പല മുനീന്ദ്രനും നിൽപ്പുണ്ടവിടം പരമാത്ഭുതം. സത്യമാണെന്നകിലരും വിശ്വസിപ്പവ സർവവും അതെല്ലാം നോക്കി നിൽക്കേ താനെത്തി മുൻ കണ്ടൊരാഴിയിൽ. അങ്ങനെ നോക്കിയിരിക്കുമ്പോണ്ട് ഇദ്ദേഹം വീണ്ടും ആ സമുദ്രത്തിൽ പ്രപഞ്ചവും പ്രളയവും മാറി മാറി മഹാമുനി അകവും പുറവും കണ്ടാൻ 7 വട്ടം ഇതേ വിധം. അകവും ഭഗവാന്റെ ഉള്ളും പുറവും ഒക്കെ കണ്ടു. എങ്ങനെ? എത്ര? 7 പ്രാവശ്യം. പ്രപഞ്ചവും പ്രളയവും മാറി മാറി മഹാമുനി അകവും പുറവും കണ്ടാൻ 7 വട്ടം ഇതേ വിധം. ഉടൻ തന്നെ കടാക്ഷിച്ചു പുഞ്ചിരു കൊള്ളുമുണ്ണിയെ. ഉടൻ തന്നെ കടാക്ഷിച്ചു പുഞ്ചിരു കൊള്ളും ഉണ്ണിയെ. അരയാലിൽ ഇലയിൽ തങ്ങി മിന്നും ബാലമുകുന്ദനെ. അരയാലിൻ ഇലയിൽ തങ്ങി മിന്നും ബാലമുകുന്ദനെ അകതാരിൽ ഉറപ്പിച്ചു. തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് വാർമുകിൽ വർണ്ണനെ വാരി പുണരുവാനോർക്കെ മറഞ്ഞാൻ അഖിലം ക്ഷണം. ഒന്ന് വാരി പുണർന്നളെ. ഇത് സാധിക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പണ്ട് ഡേം കണ്ണെന്ന് അഗോചരായി. അകതാരിലുറപ്പിച്ചുകൊണ്ട് വാർമുകിൽ വർണ്ണനെ വാരി പുണരുവാനോർക്കെ മറഞ്ഞാൻ അഖിലം ക്ഷണം. ദൈവാധീനം അകന്നോൻ്റെ അവിടെ പരിതപിക്കുക. ദൈവാധീനം അകന്നോൻ്റെ വലുതാം ആശ പോലവേ മടിയാർന്ന മനുഷ്യൻ്റെ സമാരംഭങ്ങൾ പോലവേ. മടിയുള്ള ആൾക്കുള്ള സംരംഭങ്ങൾ നന്നാവില്ല. അതുപോലെ തന്നെ ദൈവാധീനമകന്നോൻ്റെ വലുതാം ആശ പോലവേ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. ആഴിയും മറയാൽ മരവും കാണാനില്ല അവിടം ആശ്രമത്തിങ്കൽ. ഒന്നുകൂടി നോക്കിയപ്പോൾ അവിടെ ആശ്രമവുമില്ല, സമുദ്രവുമില്ല, അല്ലേ? അല്ല, ആരുമില്ല, ഉണ്ണിക്കണ്ണനുമില്ല, ആരുമില്ല. ആഴിയും മറയാൽ മരവും കാണാനില്ല അവിടം ആശ്രമത്തിങ്കൽ. ചുറ്റിയ മരവിരി പോലും നനയാതെ ഇരുന്നു താൻ ജപിക്കുകയാം. ഒന്ന് മടച്ചാറിയോ? അതുമില്ല. മുണ്ട് വല്ലതും നനഞ്ഞുണ്ടോ? അതുമില്ല. പിന്നെ ഈ പ്രളയം എവിടെ പോയി? അതാണ് മായ. പറഞ്ഞു ചെയ്യോ? ആഴിയും മറയാൽ മരവും കാണാനില്ല അവിടം ആശ്രമത്തിങ്കൽ. ചുറ്റിയ മരവിരി പോലും നനയാതെയും ഇരുന്നു താൻ ജപിക്കുകയാം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഷഡശീതിതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ 833 കഴിഞ്ഞു. 834 എപ്പിസോഡ്
നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. അതേപോലെ നമ്മുടെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.